നാളേക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്താ സമ്പാദിക്കുന്നത്? ഇന്നത്തെ ടോപ്പിക് അതാണ്. നമ്മളെപ്പോഴും പറയേണ്ട ഒന്നാണ്. ഒരാളുടെ വരുമാനമൊക്കെ ചോദിക്കുമ്പോൾ ഒരു മര്യാദക്കേടുണ്ട്, അത് ശ്രദ്ധിച്ചു പറഞ്ഞാൽ മതി. കൽക്കേലിയെ ആപ് ക്യാ കമാത്തേ ഹേ, കൽക്കേലിയെ ആപ് ക്യാ കമാത്തേ ഹേ, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താ സമ്പാദിക്കുന്നത്? ഖമായ, സമ്പാദിച്ചു. മേനെ സഹി ചീസ് ഖമായ ഹേ, മേനെ സഹി, ഞാൻ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, സമ്പാദിച്ചിട്ടുണ്ട്. ഓക്കെ, आपको अच्छा तनख्वाह मिलने के लिए मेहनत करना. जिन लोग मेहनत करते हैं वो कमाते हैं, अच्छा कमाते हैं അല്ലേ? നിങ്ങൾ നല്ല ശമ്പളം കിട്ടണമെങ്കിൽ നല്ല അധ്വാനിക്കണം. നല്ല അധ്വാനിക്കുന്നവർ നന്നായി സമ്പാദിക്കും അല്ലേ? അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഖമാന, കമാത്തെ हैं, क्या कमाते हैं? मैं मेरी ज़िंदगी में इज्जत भी कमाता हूँ. मैं मेरी ज़िंदगी में इज्जत भी कमाता हूँ. सिर्फ पैसा नहीं है. ഞാൻ എൻ്റെ ജീവിതത്തിൽ പൈസ മാത്രമല്ല, അഭിമാനവും ജനങ്ങളുടെ മുമ്പിലുള്ള റെസ്പെക്റ്റും കൂടി സമ്പാദിക്കുന്നു. ഇസ്സത്ത് ബി കമാത്താ ഹേ, കമാത്തി ഹൂം. അങ്ങനെ ആൾക്കാരുടെ ഇപ്പോൾ ലേഡീസ് പറയുമ്പോൾ കമാത്തി ഹൂം. അപ്പോൾ ഖമാന अच्छे, आप ज़्यादा कमाने के लिए ज़िंदगी में बहुत मेहनत करना ही है. ശരിയല്ലേ? ബഹുത് മെഹനത്ത് കർണായി ഹേ. നമ്മൾ കൂടുതൽ സമ്പാദിക്കണമെങ്കിൽ നന്നായി അധ്വാനിക്കണം. ഓക്കെ, ഇങ്ങനെ और മൈൻഡ് സെറ്റ് भी बदलना है. നെഗറ്റീവ് മൈൻഡ് സെറ്റ് तो बदलना है. നമ്മുടെ മൈൻഡ് സെറ്റും കൂടി മാറ്റണം. അങ്ങനെ സമ്പാദ്യം നമുക്ക് വർദ്ധിപ്പിക്കുവാൻ നാം നന്നായി അധ്വാനിക്കണം. അപ്പോൾ ഇവിടെ ഒരാളോട് ചോദിക്കുകയാണ്, മൈനമേ ആപ് ക്യാ കമായെങ്കിൽ, മൈന എന്താ നിങ്ങൾ മാസത്തിൽ ഉണ്ടാക്കുക? ഉണ്ടാക്കുന്നത് ആണ് കമാത്തേ ഹേ, കമായേഗ എന്താ ഉണ്ടാക്കുക? ഈ ആദ്മി ലോഗ് ബഹുത് പൈസ കമാത്തേ ഹേ, ഇവരൊക്കെ ഭയങ്കര കാശ് ഉണ്ടാക്കുന്നുണ്ട്. സമ്പാദ്യം എന്നതിന് വേറൊരു വാക്കുണ്ട്, നമുക്ക് പിന്നെ പറയാം. ഓക്കെ, ആ അച്ചി തറ ഖമാന ഹേ, നിങ്ങൾ നന്നായി സമ്പാദിക്കണം. അങ്ങനെ നന്നായി സമ്പാദിച്ച ആപ്ക ജിന്ദഗി ഖുശ് ഹോങ്കെ, നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലാകും. ഇങ്ങനെ ഖമാന, ഖമായക, ഖമാത്തെ ഹേ, ये कमाने के लिए आप हमारा साथ जुड़ लीजिए. बहुत धन्यवाद, बहुत शुक्रिया.